ഇറാനെതിരെ രണ്ടാം ഘട്ട യുദ്ധം. ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു. ഇതോടെ ഈ മേഖല മറ്റൊരു യുദ്ധതലം സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ രണ്ടാം ഘട്ടം ഇറാനെതിരെ ഒരു യുദ്ധ പടപ്പുറപ്പാട് തുടങ്ങിയിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇത് വളരെ പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ഏതോ കാരണത്താൽ ചോർന്നു. ഇസ്രായേലിലാണ് ഈ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ അമേരിക്ക ചുമതലപ്പെടുത്തിയത്. അഥവാ ഇസ്രായേൽ ആക്രമിക്കുക, അതിനോടനുബന്ധിച്ച് അമേരിക്ക സഹായിക്കുക. ആദ്യ യുദ്ധം തുടങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു സമാനമായിരിക്കുന്ന സ്ഥിതി ഉണ്ടാവുക. പിന്നെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഇസ്രായേൽ അപ്രത്യക്ഷമാകുക, മഹായുദ്ധത്തിന് ഈ അമേരിക്ക നേതൃത്വം നൽകുക. അപ്പോൾ രണ്ടാം ഘട്ടം ഒരു മഹായുദ്ധത്തിന് നേതൃത്വം നൽകുക അത് ഇസ്രായേലായിരിക്കും എന്ന തരത്തിലായിരുന്നു വിവരങ്ങൾ. ഇതിൽ ഒരു പ്രധാനമായിരിക്കുന്ന വിഷയം വരുന്നത്, ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിനോട് നേരിട്ട് സഹായം ചോദിച്ചു ഒരു അറബ് രാജ്യം. രഹസ്യമായ രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും UAE അടക്കമുള്ള പല രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു പരസ്യമായിട്ടുള്ള ഒരു അഭിമാനകരമായിരിക്കുന്ന ഒരു സംഭവമായിട്ട് അവരാരും കൊണ്ടു നടക്കാറില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അല്ലെ പ്രതിരോധ കവചമായിരിക്കുന്ന അയൺ ഡോം UAE സ്ഥാപിക്കുന്നു. UAE സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ സൈനികരും എത്തുന്നു. അത് ഇതുവരെ ഇല്ലാത്തതാണ്. ഏറെക്കുറെ ഇപ്പോൾ ശാന്തമായിരിക്കുന്ന അന്തരീക്ഷമാണ്. യുദ്ധമില്ല. ഇസ്രായേലും ഇറാനുമായിട്ടോ അമേരിക്കയും ഇറാനുമായിട്ടോ യാതൊരു തരത്തിലുള്ള യുദ്ധമില്ല. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ചില രീതിയിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഒറ്റപ്പെട്ട തരത്തിൽ പല തരത്തിലും നടക്കുന്നുണ്ട്. പല രൂപത്തിലുമാണ്. അത് നേരെ വെടിവെച്ച് കൊല്ലുക എന്നതിനപ്പുറമായ രീതിയിൽ മറ്റ് കപ്പലിനെ നേരിട്ടോ അല്ലാത്ത രീതിയിലോ ആക്രമിക്കുക, ചരക്ക് കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ വളഞ്ഞുകൊണ്ട് കീഴ്പ്പെടുത്തുക, പെട്രോളിയം എടുക്കാനുള്ള സംവിധാനം കൊണ്ടുവരിക, പിന്നീട് കപ്പൽ പിടിച്ചിട്ട് അവരുടെ തീരത്തേക്ക് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണ ഏരിയയിലേക്ക് മാറ്റുക. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ ഇപ്പോൾ ഹോർമുസിൻ്റെ കടൽ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ കപ്പലുകൾ പാകിസ്ഥാൻ വഴി ഈ ചരക്ക് കയറ്റിക്കൊണ്ട് വിൽപ്പന നടത്തുന്ന പരിപാടി അങ്ങനെയും ചെയ്യുന്നുണ്ട്. അത് അമേരിക്കയുടെ അനുവാദം കൊണ്ടോ അനുവാദമില്ലാതെയോ എന്നുള്ളത് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തടയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. കാര്യം ഇത് അന്താരാഷ്ട്ര റൂട്ട് പാതയായതുകൊണ്ട് അത് തടയുന്ന സമയത്ത് അതിനേക്കാൾ വലിയ ഭവിഷ്യത്തുകൾ അമേരിക്ക അനുഭവിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞതിനാൽ ആ വിഷയത്തിൽ അവർ ഇടപെടുന്നില്ല എന്നാണ് മനസ്സിലായത്. അപ്പോൾ എന്തുകൊണ്ട് UAE ഇസ്രായേലിൻ്റെ സഹായം തേടി ഇസ്രായേലിൻ്റെ സൈന്യം പ്രതിരോധമായിട്ട് ഇവിടെ വന്നത്? യുദ്ധമില്ലാത്തൊരു സാഹചര്യത്തിലാണ്. ഇറാൻ നിരന്തരം അറേബ്യൻ രാജ്യങ്ങൾ ആക്രമിച്ച സമയത്ത് പോലും ഇല്ലാത്ത ഒരു സംഭവം ഇപ്പം നടന്നപ്പോഴാണ് അത് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അത് മാത്രമല്ല ചെയ്ത് ഒപ്പെക്കിൽ നിന്ന് അത് കൂട്ടായ്മയായിരിക്കുന്ന ഒരു സംവിധാനമാണ്. പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യങ്ങൾ പരമാവധി അറേബ്യൻ രാജ്യങ്ങൾ ഉള്ള ഒരു സംഘത്തിൽ നിന്ന് അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പെട്ടെന്ന് UAE മാറി നിൽക്കുന്നു, ഇസ്രായേലിനോട് സഹായം തേടുന്നു, ഇസ്രായേൽ രാജ്യത്തേക്ക് എത്തുന്നു. ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറം പരിശോധിക്കുന്ന സമയത്താണ് ഒരു മഹായുദ്ധം അല്ലെങ്കിൽ യുദ്ധ തയ്യാറെടുപ്പ് ഇസ്രായേൽ നടത്തുന്നുണ്ട്. അതിന് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി ആ പണി ഇസ്രായേൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നു, പിന്നീട് അമേരിക്ക സഹായിക്കുന്നു. ആ തരത്തിൽ പോവുകയാണ് കാര്യങ്ങൾ. ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര മീഡിയയിൽ പ്രാധാന്യമായ രീതിയിൽ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. 6500 ടൺ ബോംബ് പുതിയതായി അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. ആയുധങ്ങളും ചരക്ക് കപ്പലുകളും യുദ്ധവിമാനങ്ങളും യുദ്ധ കവചങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും അടക്കം വലിയൊരു യുദ്ധസന്നാഹ സംവിധാനങ്ങൾ ഇസ്രായേൽ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നീണ്ട കാലം ആയുധ ഉപരോധം നടത്തുക എന്നുള്ളത് വലിയ ബാധ്യത അമേരിക്കക്കുണ്ടാക്കും, വലിയ എതിർപ്പുണ്ടാക്കും. പക്ഷേ ഇവിടെ ഈ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരും. അമേരിക്ക അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക? യുദ്ധം കൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ, ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇതെല്ലാ വഴികളും ആലോചിച്ചിട്ടുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല, ഉദ്ദേശിക്കുന്ന തരത്തിൽ ആയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ പെട്രോളിയത്തിൻ്റെ വില വലിയ രീതിയിൽ വർദ്ധിച്ചു. $126 ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഏകദേശം $88 യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ വർഷത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചിലവ്.
ഉണ്ടായിരുന്ന ഒരു ബാരൽ എണ്ണയുടെ വില. ഇപ്പോൾ അത് 126 എന്ന് പറയുന്ന സമയത്ത് ഏറെക്കുറെ ഇരട്ടിയിൽ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. $10 ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും 100ൻ്റെ മേലെ കിടക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ലോകം മുഴുവനും അത് ഏറ്റവും കൂടുതൽ പെട്രോളിയം വിൽപ്പന നടത്തുന്ന രാജ്യങ്ങളൊന്നും അമേരിക്കയാണ്. അമേരിക്കയിൽ പെട്രോളിയത്തിന് വില കൂടിയെന്ന് പറയുന്ന സമയത്ത് നമുക്കത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ആ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ പോകുന്നതെന്ന് ചുരുക്കം. നിലവിൽ ഇപ്പോൾ പറയുന്ന സമയത്ത് ഇതുവരെയായിട്ട് 1,15,000 ടണ്ണ് ആയുധങ്ങളാണ് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അമേരിക്ക ഇസ്രായേലിന് നൽകിയത്. അപ്പോൾ അതിൽ ഈ ചരക്ക് കപ്പൽ അതിൽ പറയുന്നുണ്ട്, യുദ്ധവിമാനങ്ങൾ പറയുന്നുണ്ട്, 15ഓളം കപ്പലുകൾ, 40ഓളം യുദ്ധവിമാനങ്ങൾ, പിന്നെ അതോടനുബന്ധിച്ച് തന്നെ കവചിത ഭാഗങ്ങൾ, സംവിധാനങ്ങൾ, പ്രതിരോധം, അയൺഡോം അല്ലാത്ത പ്രതിരോധ സംവിധാനങ്ങൾ, താഴടക്കമുള്ള സിസ്റ്റങ്ങളൊക്കെ ഇസ്രായേലിനകത്തുണ്ട്. വൻ സംവിധാന കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടും വേണ്ട രീതിയിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അവർ ഇപ്പോഴത്തെ രീതിയിൽ ഏതെങ്കിലും വിജയം ഉണ്ടായി ഇതുള്ള പ്രശ്നം അമേരിക്ക മനസ്സിലാക്കുന്ന ഇതിലൊരു വിഷയമുണ്ട്. മറ്റു ലോക രാജ്യങ്ങളിൽ ഭാവിയിൽ തങ്ങൾക്ക് ഇടപെടാൻ പറ്റാത്ത വിധമുള്ള ഈ ഒരു നഷ്ടമാണ്, അല്ലെ മാനക്കേടാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതിനെ അതിജീവിക്കാനുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നിലനിൽപ്പിനെ അത് ബാധിക്കും. ഇപ്പോൾ റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും തങ്ങളുമായിട്ട് കൊമ്പ് കോർക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ നിസ്സാര സംഭവമൊന്നുമല്ല. ഒരിക്കലും അവരത് തയ്യാറാവില്ല. അവർ ഭയപ്പെട്ട് നിൽക്കുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്ഥിതിക്ക് മാറ്റം വന്നു. അവർക്കാവാം, ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അമേരിക്ക എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. ഇറാൻ ലോകത്തിനൊരു ചരിത്രം പുതിയത് നിർമ്മിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഭയപ്പെട്ട് നിന്നാൽ എല്ലാ കാലത്തും ഭയപ്പെടേണ്ടി വരും. തിരിച്ച് പ്രതിരോധം ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യാക്രമണം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാവും. അതിന് ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഉദാഹരണം പറയുന്നത് ഇങ്ങനെയാണ്. വെനിസ്വേലൻ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയി. വെനിസ്വേലൻ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോകുന്നതിന് 2 മാസം മുൻപ് യുദ്ധസമാന സാഹചര്യങ്ങൾ ആ മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. വൻതോതിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. 10-ലധികം ഈ ബോട്ടുകൾ അവർ തകർക്കുകയും ഏകദേശം 100ൻ്റെ അടുത്ത് ഈ വെനിസ്വേലൻ പൗരന്മാർ അമേരിക്ക കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഒരു തിരിച്ചടി പോലും ഉണ്ടായിട്ടില്ല. തിരിച്ചടി ഉണ്ടായിരുന്നെങ്കിൽ സൈനികർക്ക് ഏകോപനം ഉണ്ടാവുമായിരുന്നു. ഗവൺമെൻറ് തലത്തിൽ സംവിധാനം ഒരുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ജനങ്ങൾ ഇവരുടെ പക്ഷത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയും ഏകോപനം ഉണ്ടാകുന്ന സമയത്ത് രാജ്യമായി സ്റ്റാൻഡിൽ നിൽക്കുകയും സർവ്വ മേഖലയിലും സർക്കാരിന് ആധിപത്യം ഉണ്ടാവുകയും ചെയ്തു. ഇതൊന്നുമില്ലാത്തിരുന്നു. പ്രതികരിക്കുന്നേ ഇല്ല, തിരിച്ചടിക്കുന്നേ ഇല്ല. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാത്ത പ്രതികരണമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ സമയത്താണ് അമേരിക്ക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. ഒരു വിഷയകാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ അവിടുത്തെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോകുന്നു. ലോക ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അപൂർവമാണ്. അപൂർവങ്ങളിൽ അപൂർവം. കോടതി ഭാഷയിലൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഇറാനിൽ നടന്നിരുന്നത് എങ്കിലോ. അപ്പം ഈ മൗനം പാലിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വിഷയം ഉണ്ടാവും? അവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങൾ ശക്തമാവും. ഭരണ സംവിധാനം താഴെ വീഴും. പുതിയ ഭരണ സംവിധാനം അധികാരത്തിൽ വരും. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് കൃത്യമായ രീതിയിൽ ഈ ഇറാന് മനസ്സിലായിട്ടുണ്ട്. ഇറാൻ അത് അറിയുകയും ചെയ്യാം. കാരണം യുദ്ധവും അതിൻ്റെ കെടുതിയും അതിൻ്റെ ദുരന്തവും അതിൻ്റെ പ്രശ്നങ്ങളും അനുഭവിച്ചൊരു രാജ്യമെന്ന നിലക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമില്ല. അപ്പോൾ അവർ ചെയ്ത കാര്യം എന്താ? അമേരിക്ക ആക്രമിച്ചതിൻ്റെ അന്നത്തെ രാത്രി തന്നെ തിരിച്ചടിച്ചു. ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ച അന്നത്തെ രാത്രി തന്നെ വല്ലാതെ വൈകാതെ, അതായത് വലിയ ബിൽഡിംഗ് 8ഓളം നിലയുള്ള ബിൽഡിംഗാണ് തകർന്നു വീണത്. അതെന്നാണ് അവരുടെ ആത്മീയ നേതാവ് കൊല്ലപ്പെടുന്നത്. അതിനോടനുബന്ധിച്ച് ഏകദേശം 40ഓളം സൈനികരും 12ലധികം വലിയ സൈനിക മേധാവികളും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഏകദേശം ഇന്ന ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുകയും തങ്ങളുടെ ആത്മാവിനാണ് മുറിവേറ്റത്, അതിന് തിരിച്ചടിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പിന്നീട് ഈ ആയത്തുള്ള ഖംനായുടെ ഓഫീസിൽ നിന്ന് വന്ന ഉത്തരവ്. ഓഫീസിൽ നിന്നാണ് പിന്നെ ഉത്തരവ് വരേണ്ടത്. കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയി. ആ തിരിച്ചടിയുടെ കാഠിന്യം ഭയാനകരമായിരുന്നു. അതോടുകൂടി അമേരിക്ക പേടിച്ചുപോയി, ഇസ്രായേൽ പേടിച്ചു, ലോകം മുഴുവനും പേടിച്ചുപോയി. 18ഓളം രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചല്ല, ഒരു രാജ്യം പോലും തിരിച്ചടിച്ചിട്ടില്ല. അത് ഈ പേടിയിലാണ്. ഇനിയും അവർ ചെയ്യും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കൽ പോലും അവരെ കീഴ്പ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ അടിമകളായി ജീവിക്കേണ്ട അവസ്ഥയിലേക്കോ എത്തും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഉള്ളത് കൊണ്ട് തിരിച്ചടി. അതാണ് ലബനാൻ ചെയ്യുന്നത്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട ലബനാൻ്റെ ഭൂമിയിലെ 65% പോരാടി തന്നെയാണ് അവർ കൈക്കലാക്കിയത്. അപ്പോൾ അത് പോരാടിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ അവിടെ യുദ്ധമുണ്ട്, അത് മറ്റൊരു വശം. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോഴും ആ മേഖല ഭയപ്പാട് തന്നെയാണ്. അപ്പോൾ അമേരിക്കയുടെ കോൺഗ്രസ് ഇപ്പോഴത്തെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞപ്പോൾ യുദ്ധമായിട്ട് ഇനിയിപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി വേണം ട്രംപിന് പുതിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി മുന്നേറണമെങ്കിൽ. അമേരിക്കൻ കോൺഗ്രസ് ഇപ്പോഴത്തെ യുദ്ധത്തിനെതിരാണ്.
അങ്ങനെ ആ സമയത്ത് അനുമതി ഇല്ലാത്ത യുദ്ധം ചെയ്യാൻ വേണ്ടി പറ്റില്ല. വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഒരു യുദ്ധം നടക്കുമോ, ഒരു യുദ്ധത്തിൻ്റെ മുൻപിലേക്ക് കയറുമോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ ഇസ്രായേലിൻ്റെ രഹസ്യം ചേർന്നതോടുകൂടി ഒരു യുദ്ധ സമാന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് അന്താരാഷ്ട്ര റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്.